എന്നതാണോ ഈ വിളിച്ചു നിൽക്കുന്നേ? മീൻകുട്ടി എന്തിയെ? അവള് മീനുനെ കൊണ്ടുപോകാൻ ശങ്കരമംഗലത്തുകാരും വന്നിരുന്നു. അവരുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് നുടക്കി. ബഹളത്തിനിടയിൽ അവൾ ടാക്സി കയറി പോകുന്നുണ്ട്. ഓ, അത്രേ ഉള്ളൂ. എന്റെ ചങ്കലച്ചു പോയി. എടാ, ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ. ശങ്കരമംഗലത്തുകാർ വരുമെന്നും കശവിശം ഉണ്ടാവുന്നും ഒക്കെ എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ നിന്റെ ഒക്കെ പുറകെ ഞാൻ ഉണ്ണിത്താനെ പറഞ്ഞയച്ചത്. അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോയത് വേറെ ആരുമല്ല, ഉണ്ണിത്താനാ. അവൻ അവളെ കൊണ്ട് ഇപ്പൊ ഇങ്ങെത്തും. എത്തി. മുതലാളി വന്നു. എവിടെ? ബാംഗ്ലൂർ മെയിൽ വന്നു. എന്നിട്ട് അവൾ എവിടെയോ? കണ്ടില്ല. എനിക്കറിയായിരുന്നടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അത് മുന്നിൽ കണ്ടുകൊണ്ടാ ഞാൻ ഒരു മുഴം നീട്ടി എറിഞ്ഞത്. ടാക്സി കയറ്റി അവളെ കൊണ്ടുപോയത് നമ്മുടെ ഉണ്ണിത്താനാ. അവൻ അവളെ കൊണ്ട് ഇപ്പൊ എത്തും. മുതലാളി പോയി, ബാംഗ്ലൂർ മെയിൽ പോയി. എന്നിട്ട് അവളെവിടെ? കണ്ടില്ല. ദമയന്തി, എടി ദമയന്തി, എല്ലാം കെട്ടിപ്പറിക്കി വിടുന്നു. വേഗം ഉറങ്ങിക്കോ. ആ കാലമാടന്മാരുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടിച്ചവൻ ഇനി എനിക്ക് വയ്യ. എടി, റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മീനുനെ കാണാനില്ലെന്ന്. പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ശവം പോലും നിനക്ക് കാണാൻ കഴിയില്ല. എല്ലാവരെയും സേവിച്ച് സേവിച്ച് എന്റെ തന്തയ്ക്ക് വട്ടായി. ഇനി എനിക്കും കൂടി വട്ടായാലേ അവർക്ക് തൃപ്തിയാവും. ആ പെണ്ണിന്റെ കാര്യം അതിലും വിശേഷം. എല്ലാം അറിയായിരുന്നിട്ട് എന്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തു? അവിടെ ഞാൻ കിടന്ന് പണ്ടാരടങ്ങാൻ മേലായിരുന്നു ശവം. എന്താ നിർത്തിയത്? ഇനി ഒന്നുമില്ലേ? ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞത് ശരിയാ. തെറ്റ് പറ്റിയത് എനിക്കാ. എല്ലാം അറിഞ്ഞിരുന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാന്നല്ലേ കോടതി വിധി. അത് നടക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. എന്നെ സ്നേഹിക്കില്ല, എനിക്ക് വേണ്ടി മത്സരിക്കുക എല്ലാരും. ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. മീനുകുട്ടിയെ തിരക്കി എല്ലാവരും 4 വഴിക്ക് പോയിരിക്കുക. ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. കയ്യൂക്കൊള്ളവരൊന്ന് കൊണ്ടുപോയിക്കോട്ടെ, അല്ലേടി? ആരുടെ കൂടെ ഞാൻ പോവേണ്ടത്? പറയ്. അപ്പച്ചന്റെ കൂടെയോ അമ്മയുടെ കൂടെയോ? കയ്യൂക്കുള്ളവർ കൊണ്ടുപോയാൽ എന്താ ഉണ്ടാവുക അറിയില്ലേ? എന്റെ പേരും പറഞ്ഞ് ഇനിയും പരസ്പരം വെട്ടിയും കുത്തി ചാകണം. ഹലോ ഹലോ അളിയാ, ഇത് ഞാനാ ബാലൻ. അബ്ദുള്ള വിടുന്ന മട്ടില്ല അളിയാ. ഒരാഴ്ചക്കകം പണം കൊടുത്തില്ലെങ്കിൽ കയ്യും കാലും വെട്ടിയെടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അളിയ എങ്ങനെങ്കിലും ആ പൈസ അവിടെ. ആരാ? എന്താ പറഞ്ഞത്? ആരുടെയോ കയ്യും കാലും വെട്ടി ഓടിക്കുന്നു. ഇതെല്ലാം എന്റെ മോൾക്ക് വേണ്ടി അപ്പച്ചൻ വാങ്ങിയതാ. കൊല്ലം കുറെ ആയില്ലേ മോളെ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. മോൾ അടുത്തില്ലെങ്കിലും ഓരോ പിറന്നാൾ വരുമ്പോഴും നിനക്ക് വേണ്ടി അപ്പച്ചനൊക്കെ വാങ്ങും. കോൺവെന്റിലും ഹോസ്റ്റലിലും വന്നൊന്ന് കാണാന്നല്ലാതെ ഒരു ദിവസം പോലും നിന്നോടൊപ്പം കഴിയാനുള്ള ഭാഗ്യം ഈ അപ്പച്ചനുണ്ടായിട്ടില്ല. എന്നിട്ടും അപ്പച്ചൻ കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോ എന്ത് തീരുമാനിക്കാനുള്ള അവകാശം എന്റെ മോൾക്കുണ്ട്. പറയേ, ഇനി മോൾ അപ്പച്ചനെ വിട്ടു പോവോ? എന്താ അപ്പച്ചായി പറയണേ? പോവാനായിരുന്നെങ്കിൽ അപ്പച്ചൻ വന്ന് വിളിച്ചപ്പോ കൂടെ പോരുമായിരുന്നോ? പക്ഷേ എന്താ മോളെ? എനിക്ക് അപ്പച്ചനെയും വേണം അമ്മയും വേണം. രണ്ടുപേരെ എനിക്ക് ഇഷ്ടം. രണ്ടുപേരെയും ഇറക്കി വിടണോ അവളെ? അവകാശം പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുക്കാനാ മോഹകി. അത് വേണ്ട. അവള് ശങ്കരമംഗലത്ത് വളർന്ന പെണ്ണാ. അപ്പച്ച, ഞാനൊന്ന് പറഞ്ഞ അപ്പച്ചൻ കേക്കോ? എന്താ മോളെ? അപ്പച്ചനെ പോലെ അമ്മയ്ക്കും എന്നെ കാണണം തോന്നില്ലേ? ഞാനൊന്ന് പൊയ്ക്കോട്ടെ. പോയാലും ഞാനിങ്ങി വരും, തീർച്ചയായും വരും. ഇനി എന്റെ അപ്പച്ചനെ ഞാൻ വിഷമിപ്പിക്കില്ല ഒരിക്കലും. മോളെ മീനു, അപ്പച്ച, ഞാൻ പൊയ്ക്കോട്ടെ. തണ്ണിച്ചായ, അത് വേണ്ടായിരുന്നു. ഇനി മീനുവിനെ ഇങ്ങോട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടണം. അതിനു വേണ്ടി അവളെ വിട്ടത്. ഇക്കണ്ട കാലം അത്രയും വളർന്ന ആ വീട് പെട്ടെന്ന് അവൾക്ക് മറക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, ഇപ്പൊ എന്തും തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കാ. എനിക്ക് അവളെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ
ഞാനത് തടയാൻ പാടില്ല. വസുന്ധരാദേവി അമ്മയുടെ മുഖം കാണാൻ നല്ല ചേലുണ്ടിപ്പോ. 1000 കടന്നൽ ഒരുമിച്ച് വന്ന് കുത്തിയ പോലുണ്ട്. എന്റെ പൊന്നമ്മേ, 2 കൂട്ടരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പരസ്പരം തമ്മി തല്ലാൻ തുടങ്ങിയ ഞാൻ പിന്നെ എന്താ വേണ്ടത്? ഇങ്ങോട്ട് വന്നാ അവിടെ പിണങ്ങും, അങ്ങോട്ട് ചെന്നാ ഇവിടെ പിണങ്ങും. അമ്മയെ പോലെ തന്നെയല്ലേ എനിക്ക് അപ്പച്ചനും. മതി, ഒന്നും കേൾക്കണ്ട. എനിക്ക് എല്ലാം എനിക്കിപ്പോ മനസ്സിലായി. അവര് നിന്നെ കൊണ്ടുപോയി കേട്ടപ്പോ തന്നെ ഞാൻ ഊഹിച്ചു. അപ്പച്ചനെ കണ്ടപ്പോ എല്ലാം മറന്നു നീ. ഇനിയിപ്പോ ഒന്നും പറയാനുള്ള അവകാശം അമ്മയ്ക്കില്ലല്ലോ. കണ്ടോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പിണങ്ങും. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിനക്കറിയോ, എല്ലാ അമ്മമാരും മക്കൾ വളർന്നു വലുതായി കാണാൻ കൊതിക്കുക ചെയ്യാറ്. പക്ഷെ എനിക്ക് എന്റെ മോള് വളർന്നു വലുതാവുന്നു അറിയുമ്പോഴൊക്കെ എന്റെ ഉള്ളു പെടക്കായിരുന്നു. എന്താന്നറിയോ, നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട്. അത് മാത്രമായിരുന്നു മനസ്സ് മുഴുവൻ. നഷ്ടപ്പെട്? എന്തൊക്കെ അമ്മ ഈ പറയുന്നേ? അങ്ങനെ വന്നാ പിന്നെ ഈ അമ്മ ജീവനോടെ ഇരിക്കില്ല. വേണ്ട, ഒന്നും കേൾക്കണ്ട എനിക്ക്. ഒരു കോള് വരുന്നുണ്ട്. അതെ, ഡ്രൈവർ ശശാങ്കന്റെ കാറുണ്ട് ഇവിടെ. ചാച്ചിക്ക് ഓട്ടം പോവാനാണെങ്കിൽ എന്റെ വണ്ടിയുണ്ട്. അതിനല്ല, ഞാനൊരു കാറ് നോക്കി വന്നതാ. ഈ കാണുന്നതൊക്കെ കാറുകളല്ലേ? അതല്ല, ഡ്രൈവർ ശശാങ്കന്റെ കാറാ. അയ്യേ, എന്നാ പിന്നെ സ്റ്റാൻഡിൽ നോക്കിയിട്ട് ഒരു കാര്യമില്ല. വല്ല വർഷാപ്പിൽ ചെന്ന് നോക്കിയാ മതി. ഓ, എന്താ കാര്യം? അത് നേരിട്ട് പറയാനുള്ളതാ. അവൻ വല്ല കുഴപ്പം ഉണ്ടാക്കി കാണും. കുഴപ്പം? എന്ത് കുഴപ്പം? കുഴപ്പമല്ലേ അവന്റെ കയ്യിലുള്ളൂ. ഈ ഇവനെ സൂക്ഷിക്കാന്നുള്ള ബോർഡ് കണ്ടിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനില്, റെയിൽവേ സ്റ്റേഷനില്, ബസ് സ്റ്റാൻഡിലൊക്കെ. അതിന് ആദ്യത്തെ പടം അവന്റെ അല്ലേ? കാറിൽ കയറുന്ന പെണ്ണുങ്ങളുടെ മേലെ വലിച്ചു പൊട്ടിക്കുക, അവരെ കൊണ്ട് ഐസ്ക്രീം പാർലർ, ബ്യൂട്ടി പാർലറൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവരെ കൊണ്ട് അജ്ഞാത കേന്ദ്രങ്ങളിൽ എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ അല്ലേ അവരുടെ സ്ഥിരം തൊഴില്. ഒന്നും മിണ്ടാതിരിക്കടാ, കുഞ്ഞിതൊന്നും വിശ്വസിക്കരുത്. ഇവന് വട്ടാ. പോയിട്ടൊരു 10 മണിക്ക് വാ, അവനിവിടെ കാണും. ആ ശരി, താങ്ക്സ്. എന്തൊക്കെയാടാ നീ വിളിച്ചു പറഞ്ഞത്? അവന്റെ ചെവിയിലെങ്ങനെ എത്തിയാലുണ്ടല്ലോ. എത്തട്ടാ, അവന്റെ മാത്രമല്ല നാട്ടുകാരുടെ മുഴുവൻ ചെവിയിൽ എത്തട്ടെ. കിടപ്പാടം വിറ്റ് ഞാനുണ്ടാക്കിയ എന്റെ വണ്ടി ശവവണ്ടി ആക്കിയത് അവൻ ഒരുത്തനാ. നാട് നീളെ പറഞ്ഞു നടന്നിപ്പോ ശവമല്ലാതെ ജീവനുള്ള ഒരുത്തനും അത് കയറാതായി. അതിനവൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. ശവം നീ കേട്ടിട്ടല്ലേ? ശവം ഞാൻ കയറ്റിയതാണോടാ. കേറി ഇവൻ വണ്ടി ഇരുന്ന് ശവമായതിന് ഞാനാണോ കുറ്റക്കാരൻ? നീ നോക്കിക്കോ, ഒരു ദിവസം ഞാനിത് ചെയ്യും. എന്ത്? അവന്റെ നെഞ്ചത്തുകൂടെ ഈ വണ്ടി കയറ്റിയിറക്കി ആ ശവം ഞാൻ എന്റെ വണ്ടി കയറ്റും. പാറേക്കടവിൽ ഉദയഭാനുവാണ് ഈ പറയുന്നത്. അത് നടക്കോ? നടക്കണമല്ലോ. അങ്ങനെയാണല്ലോ കാണുന്നത്. എന്താ കാണുന്നത്? ഒരു കാല്. ചിക്കന്റെ ആണോ? അല്ല, മനുഷ്യന്റെ. ഉന്നതങ്ങളിലേക്ക് അടിവെച്ച് കയറാൻ ഒരു കാല്. ഉന്നതങ്ങളിലേക്ക് അടിവെച്ച് കയറി 2 കാലം പോരെ? പോരാ, ഒരു കന്യകയുടെ കാല്. അതാരാ? ഒരു കന്യക ജീവിതത്തിലേക്ക് കടന്നു വരാൻ സമയമായിരിക്കും. ഒരു പണ്ടാറ ഇപ്പോഴേ തലേ കയറിക്കൊണ്ടിരിക്കുക. അതിനൊഴിവാക്കാനുള്ള വല്ല പണി നീ പറഞ്ഞതാ. അവള് പോയില്ലേ? പോയോ? എവിടെ? വെള്ളിക്ക് വെള്ളി 8. ഇന്നേ കെട്ടാൻ നാൾക്കകം അവള് പോയി മറ്റൊരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരും. പലാക പോലെ കിളന്ത് പെണ്ണ്. അവിടെ ഞങ്ങളുടെ ഭാഗ്യം തുടങ്ങുക. ഇനി ദക്ഷിണ നിൽക്കുക, പോവുക. നീ എപ്പോഴും ഇതിനകത്ത് കയറുന്നേ?
കൊണ്ടുപോകാൻ വേണ്ടി ഒരു മാല വാങ്ങിച്ചു തരാന്ന് കുറെ നാളെന്നെ പറ്റിച്ചു. ഇപ്പതാ അമ്മണി കുഞ്ഞമ്മ പെറ്റു ഒരു കൊച്ചുമായി. ഇനി അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. മാല വാങ്ങി തരാതെ ഇറങ്ങുന്ന പ്രശ്നമില്ല. നിനക്ക് മാല വാങ്ങി തരാൻ ഞാൻ ആരാ? നിന്നെ കെട്ടിയോനോ? കെട്ടിയോനായില്ല, പക്ഷെ ആവുമല്ലോ. അയ്യടി, കെട്ടാൻ പറ്റിയൊരു ചെറുക്ക്. എടി, ഒരു വെട്ടുപോത്തിനെ കെട്ടേണ്ടി വന്നാലും നിന്നെ കെട്ടുന്ന പ്രശ്നമില്ല. അതിന് വേറെ ആളെ നോക്ക്. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ജോലിയും കൂലിയിലാണെന്നോ ചെറുപ്പക്കാരന്റെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് എന്റെ അച്ഛൻ പൊന്നുപോലെ നോക്കി നടന്ന ഈ കണ്ടീഷനായ വണ്ടി എന്തിനാ നിങ്ങൾ ഈ തന്നെന്നാ വിചാരം? ആർക്ക് വേണടി ഈ പഴംപാട്ട? കൊണ്ടുപോയി കൊടുക്കടി നിന്റെ പെരട്ട അച്ഛൻ പണിക്കർക്ക്. ഇറങ്ങടി വണ്ടി. മാല വാങ്ങി തരാതെ ഇറങ്ങുന്ന പ്രശ്നമില്ല. നിന്നോട് ഇറങ്ങാനാ പറഞ്ഞ? ഇല്ല ഇല്ല ഇല്ല, നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊരു മാല വേണം. ഒരു മാലയല്ലേ വേണ്ടു? അത് ഞാൻ വാങ്ങിച്ചുതരാം. സത്യം? സത്യം സത്യം സത്യം. ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ് നിന്റെ കഴുത്തിൽ ഒരു മാല വീണിരിക്കും. Done? അകിടിങ്. അത് മതി, അത് മതി. കാര്യമാലയാണോ? എത്ര പവൻ വരും? 25 കിലോയ്ക്ക് 1/2 കിലോ കുറയും. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓ, രക്ഷപ്പെട്ട എന്റെ പൊന്നുമോള് വാട്ടാ. നമുക്ക് ഈ പഴംപാട്ട ഒന്ന് നനയ്ക്കാം. ഓ, കളയില്ലേ? എടാ, ചേട്ടാ. വട്ടായോ? അയ്യോ, ഇത് കല്ലുമാല. എടാ കള്ളാ, എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന കല്ലുമാല ദേ കിട്ടി. ഇതേ ഞാൻ നാട്ടിലൊക്കെ കൊണ്ട് കാണിച്ചിട്ട് വരട്ടെ. നല്ല ബെസ്റ്റ് മാല. താങ്ക്സ്. ചന്ദ്രു, ചന്ദ്രികേ, മാല, ചന്ദ്രികേ.